മോഡൽ ന്യൂ മോഡൽ i20 മോഡലാണ്. സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വയർലെസ് ചാർജ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ്. സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡിസയർ ഡി സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. അതെ, ലോൺ നമുക്ക് മഹീന്ദ്ര ആണ് ചെയ്യുക. വേരിയന്റ് ആണ്. ഇതിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 7,25,000 രൂപയാണ്. സ്റ്റീരിയോ വരുന്നുണ്ട്, പിന്നെ എയർ ബാഗ് രണ്ടെണ്ണം വരുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. 23 ന്യൂ മോഡൽ സാൻഡ്രോ ആണ്. ഇറ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കാരണം 10,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. അതിന്റെ ടയറും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് ആപ്കോ ഉണ്ടായിൻ്റെ ഷോറൂമിൻ്റെ അടുത്തുള്ള യൂസ്ഡ് കാറിൻ്റെ ഷോറൂമാണ്. ഫുൾ ഉണ്ടായിൻ്റെ കളക്ഷൻസ് ആണല്ലോ ഇവിടെ ഉള്ളത്. അധികം ഉണ്ടായ വണ്ടികളാണുള്ളത്. ഉണ്ടായി മാത്രമല്ല, നമ്മുടെ അടുത്ത് പിന്നെ സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്, സ്വിഫ്റ്റ് പെട്രോൾ ഉണ്ട്, ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് ഉണ്ട്. ഭൂരിഭാഗം ഉണ്ടായ വണ്ടികളുണ്ടാവും. ഉണ്ടായി വണ്ടീന്റെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായും ഏകദേശം 1 year വാറന്റി ഉണ്ട്. എടുക്കുമ്പോൾ നമ്മൾ ഡീലർഷിപ്പ് എടുക്കുമ്പോൾ മെയിൻ ക്വാളിറ്റീസ് എന്തൊക്കെയാ വെച്ചാൽ, കസ്റ്റമേഴ്സ് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാ വെച്ചാൽ, നമ്മളിവിടെ എടുക്കുന്ന വണ്ടികൾ 2015 മേലോട്ടുള്ള വണ്ടികളാണെങ്കിൽ 1 year വാറന്റി കൊടുക്കുന്നുണ്ട്, 2 ഫ്രീ സർവീസ് വരുന്നുണ്ട്, പിന്നെ 1 year റോഡ് സൈഡ് അസിസ്റ്റൻസും വരുന്നുണ്ട്. ഇതാണ് നമ്മൾ എടുക്കുമ്പോൾ. പിന്നെ വണ്ടി മേജർ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയി. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പ്രസാദേട്ടനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മൾ പ്രസാദേട്ടന്. ഏകദേശം 10 കാർ ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് റിവ്യൂലേക്ക് പോയാലോ? ഇത് കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ആപ്കോ ഉണ്ടായി ഷോറൂമിലാണ്. ചിലപ്പോൾ ഇത് പ്രൈസ് ചിലപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത്രക്കും കണ്ടീഷനായിട്ട് ഏകദേശം 1 year ഗ്യാരണ്ടി, സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ ഇറങ്ങുന്നത് അല്ലേ? തീർച്ചയായും. ഇത് 2021 മോഡൽ ന്യൂ മോഡൽ i20 ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ആകെ 6,000 കിലോമീറ്റർ ജസ്റ്റ് ഓടിയിട്ടുള്ളൂ. ഇതിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ടോപ്പ് വേരിയന്റ് ആണ്. ഇതിൽ സൺറൂഫൊക്കെ വരുന്നുണ്ട്. സൺറൂഫൊക്കെ വരുന്ന മോഡലാണ്. സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വയർലെസ് ചാർജ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണിത്. 6,000 കിലോമീറ്റർ, 6,072 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 10,90 ആണ്. ഫ്രഷിന് 13,85,000 രൂപ വില വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 10,90 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ഇത് ഇപ്പൊ ഒരു 80-85 ലോൺ കിട്ടും. അതെ 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 അതെ. നമുക്ക് ഓട്ടോമാറ്റിക്കലൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് എൻക്വയറി നമുക്ക് വരുന്ന വണ്ടികളാണ്. ന്യൂ മോഡൽ i20 ആണ്. ഇത് കിലോമീറ്റർ ആകെ 6,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിനൊരു അതെ അതെ കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിന്റെ പ്ലസ് പോയിന്റ് ആണ് വണ്ടി. ഇത് നമ്മുടെ ന്യൂ മോഡൽ സാൻഡ്രോ ആണ്. ഇറ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് 2020-21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആകെ 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന് ഓൾറെഡി തന്നെ കമ്പനിയുടെ വേറെ എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം 10,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. വണ്ടി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4,25 ആണ്. 4.25 ആണ് നമ്മൾ ചോദിക്കുന്നത്. ഇതൊരു 80,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. 5 yearsലേക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 5 yearsലേക്ക് ലോൺ വരുമ്പോൾ നമ്മൾ 1 lakhന് ഒരു 2,300 EMI ആയിട്ട് വരും. അപ്രോക്സിമേറ്റ്ലി ആ റേഞ്ചാണ് വരാറ്. അതെ അതെ, ആക്സസറീസ് ഒന്നും കമ്പനി വരുന്ന സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്. ആകെ 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇറ എക്സിക്യൂട്ടീവ്. അതെ അതെ. നമ്മുടെ വേറെ വേരിയന്റ് i10 മാഗ്നയാണ്. 2017 മോഡലാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 38,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് പറഞ്ഞ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇത് ഓണർഷിപ്പ് 3rd ആണ് വരുന്നത്. ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്. ടയേഴ്സ് 4 പുത്തൻ ടയേഴ്സാണുള്ളത്. റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ല. ഇത് നമ്മുടെ വാറണ്ടി സെഗ്മെൻറ്റിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിററും വരും. അത്രയും ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. ഇതിൽ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും സെറ്റും സ്റ്റീരിയോ ഒക്കെ എക്സ്ട്രാ ചെയ്തതാണ്. വണ്ടി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ചോദിക്കുന്ന പ്രൈസ് ഇത് നമ്മൾ ചോദിക്കുന്നത് 4,20,000 രൂപയാണ് ചോദിക്കുന്നത്. അതെ അതെ. ഇത് നമ്മുടെ 2015 മോഡൽ ഗ്രാൻഡ് i10 സ്പോർട്സ് എന്ന വേരിയൻ്റ് ആണ്. ഇതൊക്കെ 42 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ 2015 സ്പോർട്സ് ആകുമ്പോൾ ഇതിൽ ഓപ്ഷൻ വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഈ 2016-17 മുതൽ വണ്ടികൾക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്പോർട്സ് ഓപ്ഷനിൽ വന്നിട്ടില്ല. ഇതിൽ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്, ഇലക്ട്രോണിക് ഫോൾഡിംഗ് മിററും വരുന്നുണ്ട്.
വണ്ടി വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണറാണ്. 4 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം 80,000 വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുള്ളി കമ്പനി സർവീസുമാണ് വണ്ടി. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇത് 2015-16 ഡെലിവറി ഉള്ള റിനോൾട്ടിൻ്റെ കിഡാണ്. RXT 800cc വരുന്ന വണ്ടിയാണ്. ഇത് 76,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ പ്രൈസ് നമ്മൾ വരുന്നത് 220 ആണ്. 220 ആണ് പ്രൈസ് വരുന്നിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ് വരുന്നത്. അതെ. 80-85% ലോൺ നമ്മൾ ഇല്ല, വാറണ്ടി നമ്മൾ ഉണ്ടായ പ്രോഡക്റ്റിന് മാത്രം നമ്മൾ വാറണ്ടി കൊടുക്കുന്നു. അതെ. 2007 മോഡല് 2008 ഡെലിവറി ഉള്ള i10 1.1 മാഗിനെയാണ്. 90,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1 lakh ആണ്. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി 1 lakh ആണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇതൊരു 15 വരെ 15-16 മൈലേജ് കിട്ടും. അതെ. ലോണ് ബാങ്കുകളും ചെയ്യില്ല. ലോൺ നമുക്ക് നോക്കേണ്ടി വരും. അതെ. നെക്സ്റ്റ് വരുന്നത് കാറ്റൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2016 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 60,000 രൂപ. ഓട്ടോമാറ്റിക് ആണ്, കാറ്റൻ ഓട്ടോമാറ്റിക്. ലോൺ ഇതൊക്കെ ഒരു 80,000 അടച്ചാൽ മതിയോ? 80,000 അടച്ചാൽ ബാക്കി ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇത് 2018 മോഡൽ താറാണ്. ഇത് ആകെ 22,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിൽ ഒരു അറൗണ്ട് 2 lakhs ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങൾ ആക്സസറീസ് മീൻസ് ഇതിൻ്റെ ടയറൊക്കെ ജയൻറ്റ് ടയറാണ്, പ്രൊഫൈൽ ടയർ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും സിംഗിൾ സീറ്റാണ് വരാറുള്ളത്. പക്ഷേ ഇതിൽ നമ്മളത് ഇപ്പോൾ കസ്റ്റമർ അത് എക്സ്ട്രാ ഡബിളാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു 2 lakhs ആക്സസറീസ് വരുന്നുണ്ട്. ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി തേർഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 8.5 ആണ്. 8.5 ലക്ഷം രൂപയാണ്. മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ കുറവ് 22,000 ഓടിയിട്ടുള്ളൂ. ഇത് 8.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2018 മോഡൽ. 2018 മോഡൽ താറിന് 8.5 ആണ്. അതെ 4x4. ലോണ് നമുക്കൊരു 7 രൂപ എടുത്ത് ലോൺ കിട്ടും. അതെ. ഇത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡിസയർ ഡീസലാണ്. 2014 മോഡലാണ്. ഇത് ഫുള്ളി കമ്പനി സർവീസൊക്കെ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 4.2 ആണ്. 4.20 സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ടച്ച് സ്ക്രീനൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. അവിടെ നമുക്കൊരു ഫസ്റ്റ് ഒരു 1 lakh ഒക്കെ അടയ്ക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. അതെ. ബാങ്ക് ലോണിന് കൊടുക്കാം. ഇത് 2009 മോഡൽ സ്വിഫ്റ്റ് VXI ആണ്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചാൽ ആകെ 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് വേരിയൻ്റ് ആണ്. നമ്മളിത് 2.10 പ്രൈസ് ചോദിക്കുന്നത്. വേറെ അതെ റീപ്ലേസ്മെൻറ്റോ ഒന്നും വരുന്നില്ല. കിലോമീറ്റർ 62,000 ഓടിയിട്ടുള്ളൂ. 62,000 ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ. അതെ. സെക്കൻഡ് ഓണറാണ് വരുന്നത്. അതെ. തെറ്റില്ലാത്ത പ്രൈസ്. ഇത് നമുക്ക് വേണം മഹീന്ദ്ര ഒക്കെ ലോൺ നോക്കട്ടോ. മഹീന്ദ്ര ഒരു 50% ഒക്കെ ലോൺ നമുക്ക് മഹീന്ദ്ര ആണ് ചെയ്യുക. കിട്ടും. ഇത് 2012 മോഡൽ വാഗണർ LXI ആണ്. റീപ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല വണ്ടിക്ക്. 69,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. ഇതിന് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 270 ആണ്. ഇതിലിപ്പോൾ ആക്സസറീസ് ആയിട്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ചോദിക്കുന്നത് നമ്മൾ 270 ആണ് ചോദിക്കുന്നത്. അതെ. നമ്മുടെ ഇയോണ് മാഗ്ന പ്ലസ് എന്ന വേരിയൻ്റ് ആണ്. ഇതിൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ വരും, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഇൻസൈഡ് അഡ്ജസ്റ്റബിൾ മിററാണ് വരിക. ഇത് ടയർ സൈസ് 13 ആയിരിക്കും വരിക. മാഗ്ന പ്ലസിന് വരുന്ന ഓപ്ഷൻ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ടയർ സൈസ് 13 വരും, മറ്റേത് 12 ആണ് വരിക.
ഇത് 41,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. ഇത് നമ്മളൊരു 190 ഒക്കെ കിട്ടി നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. 130 വരെ നമുക്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, വാറണ്ടിയിൽ വരുന്നില്ല. ഇത് കിലോമീറ്റർ വൈസ് കുറവാണ്. 15 മേലോട്ടുള്ള വണ്ടികൾക്കാണ് നമ്മൾ 1 ഇയർ വാറണ്ടി ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതെ അതെ അതെ. ഫുള്ളി ചെക്ക് ചെയ്ത് എടുക്കുന്ന വണ്ടികളാണ്. വണ്ടിയിൽ ഞാൻ പറഞ്ഞ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളും ഉണ്ടാവില്ല. വാറണ്ടി വരുന്ന വണ്ടികളാണ് നമ്മളെ റീഫർബിഷ് ചെയ്ത് കൊടുക്കാറ്. മറ്റേ നമ്മളെ ആസിഡീസ് തന്നെയാണ് കൊടുക്കാറ്. ഇത് ഹോണ്ട ജാസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, ഡീസൽ വേരിയന്റ് ആണ്. ഹോണ്ട ജാസ് VX എന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 59,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് ഓണറാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 7,25,000 രൂപയാണ്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, പിന്നെ എയർ ബാഗ് 2 വരുന്നുണ്ട്, പിന്നെ കമ്പനി ലോയ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ VX തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. ഇത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. 23 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. ഡീസൽ വേരിയൻ്റ് ആണ്. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ഇത് നമ്മൾ ചോദിക്കുന്നത് 7,25,000 രൂപ ചോദിക്കുന്നത്. ലോണ് പറഞ്ഞ 80-85% ലോണും കിട്ടും. കിട്ടും. ഇത് വോക്സ് വാഗൻ്റെ വെൻഡോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് കംഫർട്ട് ലൈനാണ് ഓപ്ഷൻ വരുന്നത്. 53,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. ഇത് കിലോമീറ്റർ കുറവാണ്. ആകെ 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് നമ്മൾ വരുന്നത് 275 ആണ് പ്രൈസ്. അതെ അതെ. പെട്രോൾ വേരിയന്റ് ആണ്. അതെ. മൈലേജ് ബിലോ 15 നോക്കിയാൽ മതി. 1.5 ആണ് ഇഞ്ചിൻ വരുന്നത്. ഇത് 2013 മോഡൽ ഇയോൺ ഇറ പ്ലസ് ആണ്. ഇത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. ഇത് ഓടിയത് 74,000 കിലോമീറ്റർ ആണ് വരുന്നത്. ഇത് പറഞ്ഞ മാതിരി ലോൺ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 170 ആണ്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ലോൺ ഒരു 120 വരെയൊക്കെ ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഏകദേശം ഒരു 60,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, നമുക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റും. ലോൺ നമ്മളെന്ന് വെച്ചാൽ നല്ല മൈലേജും കിട്ടും. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഒരു 18-10 നമുക്ക് ഓൺ റോഡ് മൈലേജ് കിട്ടുന്നുണ്ട്. അതെ അതെ. ഇത് 2008 മോഡൽ സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വരുന്നത്. 1,33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിൽ അലോയ് വീൽസൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയർസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല വെൽ ക്വാളിറ്റി സീറ്റ് കവറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ 140 ആണ് പ്രൈസ് ചോദിക്കുന്നത്. അതെ. ഇത് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. 2008 ആയതുകൊണ്ട് വല്ല സേർട്ട് ഫിനാൻസ് അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. സേർട്ട് ഫിനാൻസ് അങ്ങനത്തെ നമുക്ക് നോക്കേണ്ടി വരും. സേർട്ട് 50% ഒക്കെ ലോൺ അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. 136. അതെ അതെ. ഇത് നമ്മുടെ ഉള്ള 2018 മോഡൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക്കിൽ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. 2018 മോഡലാണ്. 33,000 ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. നമ്മളിത് പ്രൈസ് ചോദിക്കുന്നത് 580 ആണ്. ഇത് പറഞ്ഞ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. വെൽ കമ്പനി സർവീസുള്ള വണ്ടികളാണ്. ചോദിക്കുന്നത് 580. 80% നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കയ്യിലുള്ള ഒരു ഡീസൽ വേരിയൻ്റ് വണ്ടിയാണ്. 2015 ആണ്. 2015 ഫോർഡാണ് വണ്ടി ഉള്ളത്. ഇത് മിഡിൽ ഓപ്ഷൻ ആണ് വണ്ടി. 75,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 75,000 എന്ന് പറയുമ്പോൾ ഡീസൽ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ കിലോമീറ്റർ കുറവാണ്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ബാക്ക് ടയർ കുറച്ച് മോശമുണ്ട്. ഫ്രണ്ട് ടയർ നല്ല ടയറാണ്. പെട്ടെന്ന് മാറേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 330 ആണ്. 3.3 ആണ്. ലോൺ ഒരു 80% ലോൺ ഈ വണ്ടിക്കും കിട്ടും. 80-85% ലോണും കിട്ടും നമുക്ക്. ഇത് നമ്മുടെ വാറണ്ടി സെഗ്മെൻറ്റിൽ വരുന്ന i20 ആണ്. i20 ഡീസൽ വേരിയൻ്റ് ആണ്. ഇത് ഡീസൽ സ്പോർട്സ് ആണ് വണ്ടി. 2017 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെൻറ്റ് ബോണറ്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മേജറായിട്ട് ഉള്ളോട്ട് എപ്രോണിൻ്റെ വർക്കൊന്നും വന്നിട്ടില്ല. ബോണറ്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് വേരിയൻ്റ് ആണ്. അലോയ് വീലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാറണ്ടി സ്കീമിൽ വരുന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചു? ഇത് ഓടി 79,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമ്മൾ 590 ആണ് ചോദിക്കുന്നത്. സ്പോർട്സ് ആണ് ഓപ്ഷൻ.
എത്ര ലോൺ കിട്ടും? ലോണ് നമ്മൾക്ക് പറഞ്ഞ 80,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ബാക്കി ഫുൾ നമ്മൾ ലോൺ എടുത്ത് കൊടുക്കാം. ആ വാറണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഉണ്ടായ വാറണ്ടി സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമ്മുടെ അടുത്തുള്ള 2017 മോഡൽ ഗ്രാൻഡ് ഐറ്റനാണ്. ആകെ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 4,40,000 രൂപയാണ്. അതിൽ 80% നമുക്ക് ലോണും കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കീമിൽ 1 ഇയർ വാറണ്ടി സർവീസ് എല്ലാ ഫെസിലിറ്റീസിനും വരുന്നൊരു വണ്ടിയാണിത്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 4,40 നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നമ്മൾ മാക്സിമം നോക്കി സംസാരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് നോക്കി ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള 2013 മോഡൽ ഇയോൺ ഇറ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ വരുന്നൊരു വേരിയൻ്റ് ആണ്. ഇത് 84,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. നമ്മളിതൊരു 170 ആണ് നമ്മൾ ഈ പ്രൈസ് ചോദിക്കുന്നത്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് മാറേണ്ട ടയറോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാൻ ഒരു 20,000 ഓടാറുണ്ട് ടയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം 30ഓളം വണ്ടി നമ്മൾ പ്രസാദായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ആംബുലൻസ് ഒക്കെ പോകണുണ്ട്. ഞങ്ങൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ആപ്കോ ഉണ്ടായിൻ്റെ ഷോറൂമിനോട് ചേർന്നിട്ടുള്ള പ്രീ ഓണേഴ്സ് കാറാണിത്. കൂടുതൽ ഇവിടെ ഉണ്ടായിൻ്റെ വണ്ടികൾ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ 1 ഇയർ വാറണ്ടി കിട്ടുന്ന വണ്ടികളുണ്ട്. നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. അപ്പോൾ നേരെ അടുത്ത വീഡിയോ ആയി നിങ്ങൾ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്.